പിന്നെ ചെറിയ മദ്രസയിൽ പഠിച്ചിട്ട് 1 മുതൽ 9 വരെ പഠിച്ചിട്ട് പിന്നെ പള്ളി ദർസ് അവിടെ പഠിച്ച് അവിടെ നിന്ന് കോളേജ് പോയിട്ട് പിന്നെ മദ്രസ ഈ നിലയ്ക്ക് എത്താൻ നമുക്ക് നമ്മുടെ ഉസ്താദുമാരാണ് നമുക്ക് ഇത് അതിന് കഷ്ടം നമുക്ക് പഠിപ്പിക്കുന്നത്. ആ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുഷ്മൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ ഉസ്താദുമാരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ നമ്മൾ ഏത് ഉസ്താദായാലും ആലിമീങ്ങളെ നമ്മൾ നല്ലോണം ബഹുമാനിക്കണം. ഉസ്താദുമാർ പറഞ്ഞതിനെ നമ്മൾ അനുസരിക്കണം. വീട്ടിലാണെങ്കിലും മാതാപിതാക്കളെയും ഞാൻ അനുസരിക്കേണ്ടതാണ്. ഞാൻ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിൽ ഇരിക്കുന്ന അവിടുത്തെ സ്വഹാബികൾക്ക് ഇൽമു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അവിടെ ആ മനുഷ്യൻ ആ നാട്ടിൽ ആർക്കും പരിചയമില്ല, ഒരു യാത്രയുടെ അടയാളം കാണുന്നില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറയുകയും അവിടെ നബി തങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ വന്ന മനുഷ്യൻ പരസ്പരം സംഭാഷണം നടത്തി. അങ്ങനെ അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എനിക്ക് ഇസ്ലാം കാര്യത്തെ കുറിച്ച് പറഞ്ഞു തന്നാലോ? അങ്ങനെ നബി തങ്ങൾ ഇസ്ലാം കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഈമാൻ കാര്യത്തെയും ചോദിച്ച് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ ഈമാൻ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇഹ്സാൻ എന്നാലെന്ന് ചോദിച്ചപ്പോൾ ഇഹ്സാനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഖിയാമത്ത് നാളിനെ കുറിച്ചും അപ്പൊ ഖിയാമത്ത് നാൾ എപ്പോൾ സംഭവിക്കുമെന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു. നബി തങ്ങൾ ചൊല്ലി, ഖിയാമത്ത് നാൾ എപ്പോൾ അറിയാൻ അതിന്റെ അടയാളം ഇങ്ങനെ പല ഇൽമുകളും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ ബന്ധ മനുഷ്യൻ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അത് ആരാധനയുള്ള മുഅ്മിനീങ്ങളെ, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി മുഖേന